ജീവിതത്തിൽ ഒരുപാട് സിനിമകളുടെ ആദ്യ ദിവസം റിലീസിന് വന്നിട്ടുണ്ട്. ഇത് പക്ഷേ പ്രത്യേകതയുള്ള ആദ്യ ദിവസമാണ് എനിക്ക്. കാരണം ആശീർവാദിന്റെ ഒരുപാട് സിനിമകളുടെ ആദ്യ ദിവസം വന്ന് നമ്മൾ ഇങ്ങനെ നിന്നിട്ടില്ല. ഇത് വളരെ വളരെ സ്പെഷ്യലാണ്. കാരണം മോഹൻലാൽ സാറിന്റെ മകൾ അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് തന്നെ ലാൽ സാറിനെ മലയാളികൾക്കെല്ലാം അത്ര ഇഷ്ടമുള്ള ആളാണ്. അപ്പം അദ്ദേഹം ലാൽ സാറിന്റെ മകളാകുമ്പോൾ മലയാളികൾക്കത് പ്രിയപ്പെട്ടതാണ്, ഞങ്ങൾക്കത് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ആ സ്നേഹത്തോടു കൂടിയാണ് ഈ സിനിമയെ തുടക്കം മുതൽ അതിൻ്റെ കൂടെ യാത്ര ചെയ്തത്. അപ്പോൾ ഈ സിനിമ കഴിഞ്ഞപ്പോൾ പല ഭാഗത്തു നിന്നും വിളിച്ച് അറിയിക്കുന്ന സന്തോഷം കേൾക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ജൂഡ് അതിന് ഏറ്റവും കൂടുതൽ ജൂഡാണ് ഈ സിനിമയുടെ ഡിസ്കഷൻ മുതൽ ഇവിടെ ഈ സമയം വരെ അതിൻ്റെ കൂടെ നിന്ന് എല്ലാ കംഫർട്ടും കൊടുത്ത് വർക്ക് ചെയ്ത്. അപ്പോൾ വിസ്മയുടെ ആദ്യമായ തുടക്കം എന്ന ചിത്രത്തിന് ഇത്രയും സ്വീകാര്യത ലഭിച്ചതിന് എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. അതിയായ സ്നേഹവും പ്രാർത്ഥനയും എല്ലാം പറയുന്നു. കൂട്ടത്തിൽ എൻ്റെ മകനും അതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം വിസ്മയുടെ കൂട്ടത്തിൽ, മോഹൻലാൽ സാറിൻ്റെ മകളുടെ കൂട്ടത്തിൽ എൻ്റെ മകനും ഒരു വേഷം ചെയ്യാൻ പറ്റിയത് അവൻ്റെ ആദ്യ ചിത്രം എന്നുള്ള നിലയിൽ അതും എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നു. എല്ലാ പ്രാർത്ഥനകളും എല്ലാ സപ്പോർട്ടും എല്ലാവരുടെയും വേണം. അതിയായ സ്നേഹത്തോടെ പറയുന്നു. എല്ലാവരും സിനിമ കാണണം. വളരെ സ്നേഹത്തോടെ എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹം അറിയുന്നു. പറയാൻ പറ്റാത്ത സന്തോഷമുണ്ട്. നായകൻ മാത്രമല്ല, ഇവൻ ആശിഷ് രണ്ടുപേരും ചെറുപ്പത്തിലൊരു ജനിച്ചപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് എല്ലാ റിപ്പോർട്ട്സ് ഇതുവരെ കേൾക്കുന്നത് നല്ല റിപ്പോർട്ട്സ് ആയതുകൊണ്ട് ബ്ലെസ്ഡ്. ഇതുവരെ ലാലേട്ടനൊപ്പം, അത് കഴിഞ്ഞ് പ്രണവ് മോഹൻലാലിനൊപ്പം, ഇപ്പം വിസ്മയ മോഹൻലാലിനൊപ്പം, അതിന്റെ മുമ്പ് എന്റെ ഫാദറിനൊപ്പം. ഒരു ലോങ് ജേർണിയാണ്. അതെങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? I'm enjoying the journey. Yeah. So, ഇതുവരെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ എക്സ്പീരിയൻസ് പറയാനൊന്നുമില്ല. എല്ലാവരുടെയും പോലെ ലൈക്ക് എ ഡോട്ടർ, എ വൈഫ്, എ മദർ, ആ ജേർണി ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ജേർണി. ലാലേട്ടൻ സ്ഥലത്തില്ലായിരുന്നു? ഇല്ല, കണ്ടു, സിനിമ കണ്ടു, പക്ഷേ ഇവിടെ ഇല്ല. പ്ലീസ് ട്രാഫിക്. വിസ്മയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര സന്തോഷം. പ്ലീസ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. പിന്നെ ഇതിനെല്ലാം ക്രെഡിറ്റ് you guys should watch it on theaters. She was that good. ഭയങ്കര സന്തോഷം. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പറയുന്നു. അപ്പോൾ എല്ലാവരും പോയി സിനിമ കാണാം, ഫാമിലി ആയിട്ട് കാണാം. ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലാലേട്ടനുള്ള ആ ക്രെഡിറ്റ് ആ സ്ക്രീനിൽ കണ്ടപ്പോൾ അത് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു വിസ്മയാണ് മോഹൻലാലിന്റെ മകളാണ് ഈ സമയത്ത് അതൊന്നും പറയണ്ടല്ലേ. സിനിമ കാണും, അത് മാത്രം ചിന്തിച്ചാൽ നല്ലൊരു സിനിമയാണ്. നല്ല സിനിമയാണ്. തിയേറ്റർ റെസ്പോൺസ് നല്ലതായിരുന്നു. ഞാൻ കണ്ടപ്പോൾ ആളുകൾ ഇഷ്ടപ്പെടും എന്ന രീതിയിൽ കൈയെല്ലാവരും ഫെസിലിറ്റി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഇതൊന്നും ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. വളരെ എല്ലാവരും കണ്ടില്ലേ, കണ്ടോ? ഭയങ്കര നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ഗംഭീരമായിട്ടുള്ള പ്രസൻസ് ആണ് ഇതിന് പടത്തിലുള്ളത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അവർ ചെയ്തില്ല പിന്നെ ആര് ചെയ്യാൻ? ആ വീട്ടിൽ നിന്നല്ലേ വരുന്നത്.
നോക്കുകയാണെങ്കിൽ ഒരു കമ്പനി ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ലക്കി കമ്പനി ആർട്ടിസ്റ്റ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുക. കാരണം ലാലേട്ടനൊപ്പം ഫസ്റ്റ് ഹിറ്റ്, പ്രണവിനൊപ്പം ഹിറ്റ്, ഇപ്പൊ വിസ്മയോടൊപ്പം ഹിറ്റ്. എന്ത് പറയാനാ, നമ്മള് സിനിമയ്ക്ക് വേണ്ടിയല്ലേ ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ നല്ല നല്ല സിനിമകളുടെ ഭാഗമാവുന്നു, അത് ഹിറ്റാവും എന്നുള്ളത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, അത് ഹിറ്റ് കിട്ടുന്നുണ്ട്, അതാണ്. അതെ, എനിക്കിപ്പോൾ ഈ കുടുംബത്തിലെ 2 ജനറേഷനിൽ 3 പേരുമായിട്ട് മലയാള സിനിമയുടെ 2 ജനറേഷൻസ് ആയിട്ടാണ് അതിൽ നല്ല ഹിറ്റ് നല്ല റോള് വരും. ഏറ്റവും ഹൈ ആയിട്ട് മൊമെന്റ്, ഹൈ മൊമെന്റ് ഏറ്റവും ഹൈ മൊമെന്റ് ഇവരോടൊപ്പം കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റുന്നതിനാണ്. ഇവരുടെയൊക്കെ അഭിനയം കണ്ട് നിൽക്കാൻ പറ്റുന്നതിനാണ് ഏറ്റവും വലിയ ഹൈ. നമ്മൾ അതൊക്കെ കണ്ടാലേ നമ്മൾ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം വരുന്നതന്നെ ഇവരുടെയൊക്കെ. ഇപ്പം ലാൽ സാറിൻ്റെ ആയാലും മമ്മൂട്ടി സാറിൻ്റെ ആയാലും ഇതൊക്കെ കണ്ടാണല്ലോ നമ്മൾ അഭിനയിക്കുക. അപ്പോൾ അവരോടൊപ്പം ഒക്കെ ഉള്ള അഭിനയിക്കുമ്പോൾ കിട്ടുന്ന വിജയങ്ങൾ നമുക്ക് ഏറ്റവും അത്രയും ഹൈ തന്നെയാണ്. ഭയങ്കര സന്തോഷം. മോൻ്റെ ബിഗ് സ്ക്രീനുള്ള തുടക്കത്തിൽ നന്നായിട്ട് റെസ്പോണ്ട് കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. മായിക്കുട്ടിയും മോനും കഥാപാത്രമായിട്ട് മാറി. അതെല്ലാവരും പ്രേക്ഷകരെല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. ഭയങ്കര ഹാപ്പി. നന്നായിട്ട് നിങ്ങളെല്ലാവരും മൂവി പോയി കാണാൻ സന്തോഷം. സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരു അഭിനേതാവ് വരുമ്പോൾ ഒരു സന്തോഷം, പക്ഷെ ഇത്തവണ ഇരട്ടി മധുരമായിട്ട് നിൽക്കുന്നത്. 2 മക്കളും സിനിമയിലേക്ക് തുടക്കം കുറിക്കുകയാണ്. അതെ അതെ, ഭയങ്കര സന്തോഷം ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ ഷൂട്ടിങ്ങിനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും എല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ലോഞ്ചിന്റെ സമയത്തെ ലാലേട്ടൻ റൂമിൽ കുറച്ചൊന്ന് വിറച്ച് ടെൻഷൻ അടിച്ചിരുന്നു. അതൊക്കെ സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ എല്ലാവരും അഭിപ്രായം കേൾക്കുമ്പോൾ ആ പറവിൽ മാറിയില്ലേ? എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു ഹൈ? ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ സിനിമയൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ച് കുറേ നടന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ഇതിനൊക്കെ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും കാലം ഓടി നടന്നത്, കഷ്ടപ്പെട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷം. ലാലേട്ടൻ മാത്രമല്ല മകളും വരുവാണ്. അതെ അതെ രണ്ടുപേരോടൊപ്പം അതെ, വരുവാണ്. വിസ്മയുടെ തുടക്കം അതിൻ്റെ കൂടെ തുടങ്ങാൻ പറ്റിയതിൽ വലിയ സന്തോഷം. താങ്ക് യു. സുഖം സുഖം സുഖം. അമ്മ വിളിച്ചല്ലേ സന്തോഷം. അമ്മ കൊണ്ട് കാണിക്കുന്ന സിനിമ. അയ്യോ, തുടക്കം ഭയങ്കര അടിപൊളിയായി. ഞാൻ ഭയങ്കര പ്രൗഡ് ആൻഡ് ഹാപ്പിയാ ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിൽ. ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ ഭാഗമായെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒറ്റ ഷോയെ കഴിഞ്ഞുള്ളൂ, ബട്ട് സ്റ്റിൽ ഐ ഫീൽ ലൈക്ക് ഞാനിങ്ങനെ ആക്ച്വലി വിചാരിച്ചത് ഈ സിനിമയിൽ ഇല്ലാത്ത പോലെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അതിന് ട്രൈ ചെയ്തു, എനിക്ക് ഭയങ്കര വർക്കായി. ആൻഡ് ഇത്രയും നല്ലൊരു വലിയ സിനിമയുടെ ഭാഗമായതിൽ ഭയങ്കര ഹാപ്പിയോ. വിസ്മയുടെ തുടക്കമാണ്. വിസ്മയുടെ അഭിനയം അങ്ങനെ. വിസ്മയുടെ ഫസ്റ്റ് ഡേയിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഇത് സ്ക്രീനിൽ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഫൈറ്റ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് അറിയില്ലല്ലോ. അതുപോലെ തന്നെ ജോക്കുവിൻ്റെയും ഫസ്റ്റ് ആ ഒരു ഷോട്ട് ഞങ്ങൾ തമ്മിലുള്ള ഷോട്ടായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പം അവിടെ കണ്ടിരുന്നെങ്കിൽ ഇത് സ്ക്രീനിൽ കാണുമ്പോൾ അമേസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമാണ്. ആൻഡ് ലാലേട്ടൻ വരുന്ന മൊമെന്റ്, ഗൂസ്ബംപ് മൊമെന്റ്, ഇതൊരു എന്താ പറയുക, അപൂർവങ്ങളായി സംഭവിക്കുന്ന ഒരു വിസ്മയം തന്നെയാണ് ലാലേട്ടൻ പറയുന്ന മാതിരി. സോ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു ബിഗിനർ എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേനും? ഇല്ല എന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടർ എന്താണോ പറഞ്ഞു വെക്കേണ്ടത്, അതുപോലെ എനിക്കൊന്നു ഇതിന്റെ സബ്ജക്ട് ഭയങ്കര റെലവെന്റാ, എക്കാലത്ത് റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാ. മലയാളികൾക്ക് അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റും കൂടെയാ. അതുകൊണ്ട് തന്നെ എനിക്കൊന്നു കുടുംബങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുടുംബ പ്രേക്ഷകർക്ക് ഡെഫിനറ്റ്ലി. താങ്ക് യു. ലാലേട്ടന്റെ മകൾ വരുമ്പോഴൊരു കുടുംബ ചിത്രമായിട്ട് കുടുംബ പ്രേക്ഷകരിലെ അതാ ഇതിനകത്ത് പറയാനും പറ്റത്തില്ലല്ലോ. ലാലേട്ടൻ ഒരു ഡയലോഗ് പറയുമ്പോൾ നമുക്ക് തോന്നുക ശരിക്കും ആക്ച്വലി അയ്യോ എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് സ്പോയിലർ ആയി പോകും. അത് എല്ലാവരും കണ്ട് ആസ്വദിക്കട്ടെ ആ ഗൂസ്ബംപ് മൊമെന്റ്.